ബ്രസയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് അത് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതിപ്പോ പണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വേഷം മാറാണ്ട് ഒരു മാർഗ് എടുത്തു വെച്ച പോലെ ആയെന്ന് പറയേണ്ടി വരും. ബ്രസയുടെ ടർബോ വേരിയൻസിൽ ഒരു റെഡ് ആക്സന്റ് ഒക്കെ വരുന്നുണ്ട്, ഒരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് മോസ്റ്റ്ലി ഫീൽ ലൈക്ക് എൻ അസസറി എന്ന് വേണം പറയാൻ. ഡിസൈനിൽ ചേഞ്ച് എന്ന് എടുത്തു പറയാൻ പറ്റുന്നത് അതിന്റെ ഫ്രണ്ടിൽ ആ ഒരു ഫോഗ് ലാമ്പിന്റെ പ്ലേസ്മെന്റ് ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ബിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു ഫ്രഷ് ലുക്ക് ബ്രസക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ മാറിയെ സംബന്ധിച്ച് ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ. അങ്ങനെ നോക്കിയാൽ ഈ ഒരു സെഗ്മെന്റിൽ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻ ചിലപ്പോൾ ബ്രസ തന്നെയായിരിക്കും. പിന്നെ ഡീലർ നെറ്റ്വർക്ക് നോക്കിയാലും സർവീസ് നെറ്റ്വർക്ക് നോക്കിയാലും അതിലും ബ്രസ തന്നെയാകും മുന്നിൽ. ബ്രസ ഫേസ് ലിഫ്റ്റിൽ മേജർ അപ്ഗ്രേഡ് എന്നത് അതിന്റെ ഫീച്ചേഴ്സിലാണെന്ന് പറയേണ്ടി വരും. ഒരു പുതിയ 10 സ്ക്രീൻ വന്നിട്ടുണ്ട്, വെന്റിലേറ്റഡ് ആൻഡ് ലെതർ സീറ്റ്സ്, ബേസിക് അഡാസ് ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ഇന്റീരിയർ ലുക്സ് മച്ച് മോർ പ്രീമിയം, അങ്ങനെ ഒരു വൈബ് തരുന്നുണ്ട് തന്നെ പറയാം. പക്ഷേ ഇതെല്ലാം കിട്ടുന്നത് ZS+ വേരിയന്റിൽ മാത്രമാണ്. ബ്രസയുടെ LSI VSI വേരിയന്റ് നോക്കുന്നവർക്ക് വലിയ മാറ്റമൊന്നും തോന്നില്ല. ഫ്രോൺസിന്റെ സെയിൽസ് എവറ്റ് ചെയ്യാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു ടർബോ വേരിയൻസിൽ ഓട്ടോമാറ്റിക്കും വരുന്നില്ല. ബട്ട് 4 സിലിണ്ടർ എൻജിൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് തുടരുന്നുണ്ട്. ഇനി പ്രൈസിംഗ് നോക്കിയാൽ 7.4 ലാക്ക് തുടങ്ങി 13.7 ലാക്ക് വരെയാണ് എക്സ് ഷോറൂം വരുന്നത്. ഈ ഒരു പ്രൈസിൽ കറന്റ് സെഗ്മെന്റിൽ ബെസ്റ്റ് സെല്ലിംഗ് ആകുന്ന ടാറ്റയുടെ നെക്സോൺ ഔട്ട്സെൽ ആയിട്ട് ബ്രസക്ക് പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ബ്രസ CNG എടുക്കുന്നവർക്ക് ബൂട്ട് സ്പേസ് അധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. അണ്ടർബെല്ലി സിലിണ്ടർ പ്ലേസ്മെന്റ് ആണ് ഇപ്പോൾ ബ്രസയിൽ വരുന്നത്. പിന്നെ CNGയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നില്ല, ടോപ്പ് എൻഡും വരുന്നില്ല. അപ്പോൾ അത്രയുള്ളൂ. ഇസ്മീസ് മില്യൺ ഡ്രൈവ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.